ക്യാമ്പയിൻ സഡക് സുരക്ഷാ അഭിയാനിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയൊപ്പം അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വയനാട്ടിലെ നരഭോജിക്കടുവയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഇന്ന് ദൗത്യസംഘം കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനെ കൊല്ലുക എന്നുള്ളതാണ് ഡിമാൻഡ്. അതുകൊണ്ട് കുറെ കൂട് കൊണ്ടുവച്ച് ആ നിലപാട് ആളുകൾ അംഗീകരിക്കുന്നില്ല. ഇതൊന്നല്ല, ഇത് 9 മാസമായി ജില്ലയിൽ. അതുകൊണ്ട് നിലവിൽ അതിനെ ഷൂട്ട് ചെയ്യാനുള്ള ഓർഡർ ഉള്ളതുകൊണ്ട് അതിനെ കൊല്ലുക, നരഭോജി കടുവയാണ് ആ ഉത്തരവുകൾ, അതിനെ ഷൂട്ട് ചെയ്യുക, അതിനെ കൊല്ലുക, അതാണ് ആളുകളുടെ നിലപാട്. അതല്ലാതെ ഞാൻ ഒന്നുകൂടെ പറയാം, DF നമ്മൾ പങ്കുവച്ചപ്പോൾ ഇനി ഇതിനെ കൂട്ടിക്കയറ്റി ഇവിടുന്ന് കൊണ്ടുപോകാനാണ് ഞാൻ നടക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. അതനുസരിച്ചുള്ള തീരുമാനം കൂട്ടിലും കയറൂല, ഇനി ഇത് കൂട്ടിലും കയറൂല, ഇനി കൂട്ടിലും കയറില്ല. എങ്ങനെ പറയുമ്പോ വളരെ ശാന്തരായിട്ട് ഇവിടുത്തെ ആൾക്കാർ നിന്നത് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിക്കാൻ ഉള്ളത് കൊണ്ടാണ് നിന്നത് ആണല്ലോ. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം ആൾക്കാർ സ്വീകരിച്ചു. പക്ഷെ അവർക്ക് ജീവിക്കണ്ടേ? 20 മീറ്റർ അടിക്കാട് വെട്ടിത്തെളിക്കണമെന്ന് കഴിഞ്ഞ മീറ്റിംഗിൽ ആവശ്യപ്പെട്ടിട്ട് ഇന്ന് വരെ സമയം ചെയ്തിട്ടില്ല. ഇന്നലെ ഞങ്ങൾ മിനിസ്റ്റർ യോഗത്തിൽ പറഞ്ഞു, നിങ്ങൾ 20 മീറ്റർ അടിക്കാട് വെട്ടി തെളിക്കണം, കാടും നാടുമായിട്ട് വേർതിരിക്കണം. അതിന്റെ ഒരു തീരുമാനം പറയുന്നില്ലല്ലോ. അത് ഇവിടെ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം വീണ്ടും കടുവനെ ആളുകൾ കണ്ടു. RRT സംഘം പിന്നീടാണ് എത്തിയത്. അത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാതെ പോകാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ ഈ ആൾക്കാർ രാത്രി ഈ ഫോറസ്റ്റ് ഈ തോട്ടത്തിൽ നടക്കുന്ന ആളുകളാണ്, അവർക്ക് ജീവിക്കണ്ടേ? ഒരു 47 വയസ്സുള്ള പെൺകുട്ടിയാണ് മരിച്ചത്. അതിന്റെ ഗൗരവത്തോടെ ബോധപ്പെട്ട് കണ്ടേ പറ്റൂ. നഷ്ടപരിഹാരം കൊണ്ട് മാത്രം കാര്യമുണ്ടോ? നഷ്ടപരിഹാരം കൊണ്ട് കാര്യമുണ്ടോ? ഒരാള് മരണപ്പെട്ടിട്ട് നഷ്ടപരിഹാരത്തിൽ എന്താ കാര്യം? മീറ്റിംഗിൽ അടക്കം എടുത്ത തീരുമാനം സാർ അതിന് എന്ത് നടപടി സ്വീകരിച്ചു? ഈ അടിക്കാട് വെട്ടുന്നതിന് സാറേ മുമ്പിൽ നിന്ന് മിനിസ്റ്റർ തീരുമാനിച്ചു കൊല്ലാം. പക്ഷെ അതിലൊരു പ്രൊസീജിയർ ഈ നിമിഷം വരെ പൂർത്തിയായില്ല. അരുൺ സെക്രട്ടറി എത്തിയില്ല. ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഉദ്യോഗസ്ഥൻ വന്നിട്ടില്ല. ഞങ്ങളിനി എന്ത് ചെയ്യണം? ജയസാറൊക്കെ ഉണ്ടല്ലോ, വിദഗ്ധമായ ആളുകള് സൈഡിൽ മാറിയിരിക്കുന്നുണ്ടല്ലോ. എന്താണ് ഈ കേരളത്തിൽ എവിടെ വന്യമൃഗ ആക്രമണം ഉണ്ടെങ്കിൽ വെടിവെക്കാൻ ഈ അരുൺ സെക്രട്ടറി മാത്രമേ ഉള്ളൂ സാറ്. ഡോക്ടർമാർ വന്നു, വേറെ എല്ലാവരും അവര് വെയിറ്റ് ചെയ്യില്ല. നടപടി തുടങ്ങി. ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കാൻ തയ്യാറാ. പക്ഷെ ഞങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, എനിക്ക് ഒന്നിട്ടേ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ വഷളാവും. മറുപടി പറയട്ടെ, മറുപടി പറയട്ടെ. പിടിക്കില്ലെന്നേ. ഞങ്ങളിതിനെ പിടിക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കണം. അതിനെ ഓടിച്ചിടാനാണെങ്കിൽ സാറേ അല്ല, ഇതിലൊരൊറ്റ കാര്യം സാറേ, ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. DF സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ പറഞ്ഞു അതിനെ ഓടിക്കാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതല്ലേ. നമ്മുടെ തൊട്ടടുത്ത പയ്യമ്പള്ളിയിൽ ഒരു ഏകദേശം 15 ദിവസത്തിലേറെ ജീവിച്ചെടുത്ത കടുവയെ നിങ്ങൾ ഓടിക്കുകയല്ലാതെ നിങ്ങൾ എന്താ ചെയ്തത്? സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കടുവയെ ഷൂട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളടക്കമുള്ള പല ഉദ്യോഗസ്ഥന്മാർക്കും ചിലപ്പോ നിങ്ങളുടെ ജോലി പോലും നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട്, ആ ഭീതി കൊണ്ട് നാളെ ഇവിടെയുള്ള ആര് മരണപ്പെട്ടാലും എത്ര ആളെ കടുവ പിടിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. സർക്കാർ കൊടുക്കുന്ന 11 ലക്ഷം സർക്കാർ കൊടുക്കുന്ന 11 ലക്ഷം, അതോടൊപ്പം ആ സമയത്തുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ തടുപ്പിക്കാൻ സൂട്ടേജ് സൈറ്റ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഈ ഒരു സമീപനം നിർത്തിയിട്ട് എന്താണ് സാഹചര്യം ഞാൻ ചോദിച്ചതിന് സാർ ഇപ്പോഴും മറുപടി പറഞ്ഞില്ല. നിങ്ങളിറക്കിയ ഓർഡറിലുള്ള അവ്യക്തതകൾ 5 ക്ലോസുകൾ, ആ ക്ലോസുകളൊന്നും ഇവർ ആളുകളുടെ മുമ്പിൽ ഒന്ന് വിശദീകരിക്കുമോ സാറ്? ആ ക്ലോസുകൾ എന്തൊക്കെയാണെന്ന് സാറിന്റെ വായിന്ന് വരട്ടെ.
ഈ ജനങ്ങൾ കേൾക്കട്ടെ. സാറ് പറഞ്ഞല്ലോ ഞങ്ങൾ വെടിവെച്ച് കൊല്ലാം, പറ്റുമെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ തന്നെയാണ് തീരുമാനമെന്ന് പറഞ്ഞു. ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾ പറയുമ്പോൾ പുറമോടിയാണ്, സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയുന്നു ആ ഓർഡറിലുള്ള 5 ക്ലോസുകൾ, ആ ക്ലോസുകൾ ഒന്ന് നിങ്ങൾ വിശദീകരിക്കണ്ടേ? നിങ്ങളൊന്ന് വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആ ഒരു ഓർഡർ കിട്ടാനായിട്ട് നിങ്ങൾ നിസ്സാരമായിട്ട് നിങ്ങൾ അത് എടുക്കില്ല. ഞാനാണ് ചീഫ് ഇലക്ടറൽ ബോർഡിന്റെ അടുത്ത് സംസാരിച്ചത്. സാറേ, ഇത് അങ്ങനെ ഒരു ഓർഡർ അല്ലെങ്കിൽ സംഗതി വളരെ ബുദ്ധിമുട്ടാവും, വളരെയധികം ബുദ്ധിമുട്ടാവും. ആ ഒരു ഓർഡർ പിന്നെ മിനിസ്റ്ററും അത് വളരെയധികം ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് ഓർഡർ കിട്ടിയത്. ഇനി നമുക്ക് ആ ഓർഡർ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി അത്ര വലിയ ഭയപ്പെടാനൊന്നുമില്ല. നമുക്ക് ഏത് കണ്ടീഷനും വേണമെങ്കിലും ചെയ്യാം. അതില് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഈ കേജിങ്ങും ഇതും ട്രയാങ്കുലൈസേഷനും നമ്മൾ ട്രൈ ചെയ്താലേ. ഇപ്പൊ ഞങ്ങളുടെ കേസിൽ ആ ആനയ്ക്ക് ചത്തതിന്റെ കേസിൽ എത്ര കേസിലെ പ്രതിയാണെന്നറിയാമോ ഞാനൊക്കെ? നിങ്ങളോട് ഇതൊന്നും പറയുന്നില്ലല്ലോ. ഞങ്ങൾ ചീഫ് ഇലക്ടറൽ ബോർഡ് ഞാൻ ഉൾപ്പെടെ ആ തണ്ണീർക്കൊമ്പനൊക്കെ ചത്തതിനൊക്കെ പ്രതികളാണ് ഞങ്ങൾ ഉൾപ്പെടെ. വേറൊരു വിഭാഗം ഇന്നലെയും വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്താൽ നിങ്ങളെ പ്രതിയാക്കി കേസെടുക്കും. ഇല്ല, ഞാൻ അതേനെ പറഞ്ഞത്. ഞാൻ അത് തന്നെയാണ് അവരുടെ അടുത്തും പറഞ്ഞത്. മാഡം യു പ്ലീസ് കം ഹിയർ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ അവിടെ ടൗണിൽ ഇരുന്നിട്ട് അതും ഇതും പറഞ്ഞാൽ പോരല്ലോ.